നമസ്കാരം. ദൃശ്യ കാഴ്ചയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കല്ലുകൾ കെട്ടുന്ന കൈകളിലെ താളവിസ്മയം. തീക്കോയി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഒരു കിണർ. ഏറ്റുമാനൂർ പേരൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിന്റെ പാറശേഖരത്തിൽ ഒരുക്കിയ മഹാവിഷ്ണുവിന്റെ രൂപം. ഇതൊക്കെയാണ് ഇന്നത്തെ ദൃശ്യ കാഴ്ചയിൽ. കാണാം ദൃശ്യ കാഴ്ച. കല്ലുകൾ കെട്ടുന്ന കൈകളിലെ താളവിസ്മയം. ഇടുക്കി രാജകുമാരി സ്വദേശിയായ അപ്പച്ചാപ്പറമ്പിൽ ഷൈനാണ് 40 വർഷമായി ചെണ്ടയിൽ വിസ്മയം തീർക്കുന്നത്. നൂറുകണക്കിന് ശിഷ്യഗണങ്ങളുള്ള ഒരു ചെണ്ട വിദ്വാനാണ് രാജകുമാരി നടുമറ്റത്തെ ഷൈൻ ആശാൻ. കേരളത്തിലും തമിഴ്നാട്ടിലും ഉത്സവവേളകളിലും പെരുന്നാളുകളിലും ചെണ്ടമേളം നയിക്കുന്ന ഈ കലാകാരൻ ചെണ്ടയിൽ വിസ്മയം തീർത്ത് ആസ്വാദകർക്ക് ഹരം പകരും. രാജാഘാട്ടിലെ ശ്രുതിലയ കലാസമിതി എന്ന ട്രൂപ്പും ഇദ്ദേഹത്തിനുണ്ട്. രാജകുമാരി പഞ്ചായത്തിലെ നടുമറ്റ എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. 40 വർഷത്തോളമായി ചെണ്ടമേളവും 26 വർഷമായി മേസ്തിരിപ്പണിയും ഒരുമിച്ച് കൊണ്ടുപോയി നടക്കുകയാണ് ഞാൻ. ജീവിതത്തിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് ഇപ്പോഴും ചെറുപ്പകാലങ്ങളിലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് വളർന്നൊരു മനുഷ്യനാണ് ഞാൻ. കലയും ഈ ഉപജീവന മാർഗമായ മേസ്തിരിപ്പണി ഒരുമിച്ച് കൊണ്ടുപോയി നടക്കുന്നു. ഞാൻ ഏകദേശം ഇപ്പോൾ 100 ശിഷ്യന്മാരടുത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. 20 വർഷമായി സ്വന്തം ടീമായിട്ട്. എൻ്റെ ടീമിൻ്റെ പേര് ശ്രുതിലയ കലാസമിതി രാജാക്കാടാണ്. ഒരുപാട് ക്ഷേത്രങ്ങളിലും ഒരുപാട് പള്ളികളിലും സീസൺ സമയമായി കഴിയുമ്പോൾ ഇഷ്ടംപോലെ പ്രോഗ്രാമുണ്ട്. ഷൈനാശാൻ്റെ ഉപജീവനമാർഗം മേസ്ത്രി ജോലിയാണ്. കെട്ടിട നിർമ്മാണ ജോലികളിൽ 4 നൂറ്റാണ്ട് കാലമായി മുഴുകുന്നു. കലയും അധ്വാനവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഇദ്ദേഹത്തിന് ഏറെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഒരു ഭൂതകാലമുണ്ടായിരുന്നു. പരമ്പരാഗത കലാകുടുംബത്തിലായിരുന്നു ജനനം. ബാല്യത്തിൽ തന്നെ ചെണ്ട അഭ്യസിച്ചു. 40 വർഷമായി ഈ രംഗത്തുണ്ട്. ഉത്സവ പെരുന്നാൾ സീസൺ കാലങ്ങളിൽ ചെണ്ടമേളത്തിന് പോകാറുണ്ടെങ്കിലും ഉപജീവനത്തിനായി തിരഞ്ഞെടുത്ത തൊഴിലാണ് മേസ്ത്രി ജോലി. ഏറെ അധ്വാനം വേണ്ടിവരുന്ന തൻ്റെ ജോലിക്കിടയിലും കലയെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് മറ്റുള്ളവരെ പരിശീലിപ്പിക്കാനും ഷൈനാശാൻ തയ്യാറാകുന്നു. ഭാര്യയും 2 മക്കളും അടങ്ങുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ കുടുംബം. തീക്കോയ് ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഒരു കിണറുണ്ട്. ഈ കിണറിനൊരു പ്രത്യേകതയുണ്ട്. ഈ സ്ഥാപനത്തിന്റെ ഉള്ളിലാണ് ഈ കിണർ സ്ഥിതി ചെയ്യുന്നത്. കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ അകത്തളത്തിൽ ഭംഗിയിൽ നിൽക്കുന്ന ഒരു കിണർ. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടന പ്രസംഗത്തിൽ ഈ കിണറിനെ കുറിച്ച് പരാമർശിക്കുകയും ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് KC ജെയിംസിനും ഈ കിണറിനെ കുറിച്ച് ചിലതെല്ലാം പറയാനുണ്ട്. നമുക്ക് ഈ ആശുപത്രി സ്ഥിതി ചെയ്യുന്ന സ്ഥലം 50 സെന്റ് സ്ഥലമാണുള്ളത്. സ്ഥലപരിമിതിയുണ്ട്. ഈ കെട്ടിടത്തിന്റെ നടുവിലായിട്ട് നമുക്കൊരു കിണർ നമുക്കുണ്ടാകാൻ പറ്റാത്ത കിണറാണ്. ആ കിണർ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ കെട്ടിടത്തിൻ്റെ ഹാളിൻ്റെ നടുവിലായിട്ട് ആ കിണർ നമ്മൾ നവീകരിച്ച് സൂര്യപ്രകാശം പിടിക്കുന്ന രീതിയിൽ തന്നെ നവീകരിക്കുകയുണ്ടായി. കിണറിൻ്റെ ആഴമുള്ള കിണറാണ്. ഒരു വേനൽക്കും പറ്റാത്ത കിണറാണ്. ആ കിണർ കോൺക്രീറ്റ് റിങ്ങുകൾ സ്ഥാപിച്ചുകൊണ്ട് വളരെ ഭംഗിയായിട്ട് നവീകരിച്ച് നമുക്ക് ആ കിണർ മനോഹരമാക്കാൻ സാധിച്ചു. മന്ത്രി വന്ന് ആശുപത്രി സന്ദർശിച്ചപ്പോൾ ഈ കേരളത്തിലെ ഒരു ആശുപത്രികളിൽ ഇത്ര മനോഹരമായി ഒരു കിണർ നിലനിർത്തി കണ്ടിട്ടില്ല എന്ന് കൃത്യമായി മന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി. ഇക്കാരണ പ്രസംഗത്തിലും മന്ത്രി അത് പ്രത്യേകം പറയുകയുണ്ടായി. ആ കിണറിന് വളരെ പ്രാധാന്യം കൊടുത്തു എന്നുള്ളതാണ് മന്ത്രി ഇവിടെ സൂചിപ്പിച്ചത്. നമുക്ക് ആ കിണർ നിലനിർത്തി ഇവിടുത്തെ പൊതുജനങ്ങൾക്കും ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്കും എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന രീതിയിൽ ആ കിണറിനെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചു.
ഏറ്റുമാനൂർ പേരൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പാടശേഖരത്തിൽ പാടിയാട്ടിൽ തീർത്തത് മഹാവിഷ്ണുവിന്റെ മനോഹരമായ രൂപമാണ്. ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളാണ് ഈ ശില്പകലയ്ക്ക് പിന്നിൽ. പേരൂർക്കാവ് ഭഗവതി ക്ഷേത്ര സന്നിധിയിലെത്തിയാൽ ക്ഷേത്രത്തോട് ചേർന്നുള്ള പാടശേഖരത്തിൽ നിഴലായി മഹാവിഷ്ണുവിന്റെ പ്രതിബിംബം കാണാം. ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾ മുൻകൈയെടുത്താണ് പാടിയാട്ടിൽ മഹാവിഷ്ണുവിന്റെ രൂപം സൃഷ്ടിച്ചത്. മുൻ വർഷങ്ങളിൽ വാളും ചിലമ്പും ശിവലിംഗവുമായിരുന്നുവെങ്കിൽ ഇത്തവണ മഹാവിഷ്ണുവിന്റെ രൂപമാണ് നെൽക്കതിരുകൾക്കിടയിൽ തെളിഞ്ഞു നിൽക്കുന്നത്. പച്ച നെൽക്കതിരുകൾക്ക് നടുവിൽ വയലറ്റ് നിറത്തിലാണ് മഹാവിഷ്ണുവിന്റെ രൂപം. ഒറ്റനോട്ടത്തിൽ നിഴലാണെന്നേ പറയൂ. ഉത്തർപ്രദേശിൽ നിന്നും കൊണ്ടുവന്ന ഡാബർശാല ഇനത്തിൽപ്പെട്ട നെൽവിത്താണ് വയലറ്റ് നിറത്തിനായി ഉപയോഗിച്ചത്. പച്ച നെൽക്കതിർ ജ്യോതി ഇനത്തിൽപ്പെട്ടതുമാണ്. ഡാബർശാല നെൽവിത്തിന് വലിയ വില കൊടുക്കേണ്ടി വന്നു. 1 കിലോ നെല്ലിന് 500 രൂപയാണ് വില. 40 കിലോയോളം നെല്ല് ഉപയോഗിച്ചു. മഹാവിഷ്ണുവിന്റെ രൂപമുള്ള പാടശേഖരത്തിലും ഒപ്പം ക്ഷേത്രത്തിന് മുൻവശത്തും കൃഷി ഇറക്കിയിരുന്നു. കൃഷിയിൽ നിന്നും ലഭിക്കുന്ന നെല്ല് ക്ഷേത്രത്തിലെ ആവശ്യങ്ങൾക്കായി എടുക്കും. കുമ്മായം ഉപയോഗിച്ച് രൂപം വരച്ച് ഓരോ നെൽച്ചെടികൾ കൈകൊണ്ട് പറിച്ചു നട്ടുപിടിപ്പിച്ചാണ് മഹാവിഷ്ണുവിന്റെ രൂപം സൃഷ്ടിച്ചത്. ഏറ്റുമാനൂർ പേരൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പാടശേഖരത്തിൽ ഓരോ വർഷവും വിരിയുന്ന രൂപങ്ങൾ ഇതിനോടകം തന്നെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. നിരവധി ആളുകളാണ് ഇവിടെ എത്തി ഫോട്ടോ എടുത്ത് മടങ്ങുന്നത്. ദൃശ്യ കാഴ്ചയുടെ ഈ എപ്പിസോഡ് പൂർണ്ണമാകുന്നു. പുതിയ കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡ് കാണാം. ബൈ.